പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തായിട്ടും പരീക്ഷയ്ക്ക് തോറ്റുപോകുന്ന മനുഷ്യരാണ് ക്രിസ്ത്യാനികളെന്ന് ബോബിയച്ചൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള വഴി എന്താണെന്ന്, അവൻ്റെ വിധിവാചകത്തിൽ വിജയികളായി നിലനിൽക്കാനായിട്ടുള്ള സൂത്രവാക്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടും നമ്മളത് ചെയ്യാതെ തോറ്റുപോകുന്നു എന്നുള്ളതാണ് സങ്കടം. സുവിശേഷം നമ്മളോട് പറഞ്ഞു തരുന്നത് അന്ത്യവിധിയെ കുറിച്ചിട്ടാണ്. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു. ഇതിനൊക്കെ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. നിങ്ങൾ ഈ ചെറിയവരിൽ ഒരാൾക്ക് ഇത് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഇങ്ങനെ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗരാജ്യം കാണിച്ചു കൊടുക്കുമ്പോൾ മറ്റൊരിടത്ത് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞിട്ട് അവരെ നിത്യശിക്ഷയിലേക്ക് കർത്താവ് ഇങ്ങനെ പറഞ്ഞു വിടുന്നത് കാണും. ഇതൊക്കെ കണ്ടിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഈ നോമ്പ് കാലത്ത് പോലും അങ്ങനെ ഒരു പരസ്നേഹ പ്രവർത്തികളിലേക്ക് പ്രവേശിക്കാത്തത്? പ്രായശ്ചിത്ത പ്രവർത്തികൾക്കൊപ്പം തന്നെ ജീവിതം വിശുദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് പരസ്നേഹ പ്രവൃത്തി എന്നുകൂടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ വായനയൊക്കെ വേറെ ഉദാഹരണങ്ങളിലൊക്കെ ഒന്നും പോകേണ്ട കാര്യം പോലും ഇല്ലാന്ന്. ഒന്നാമത്തെ വായന വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുമെന്ന് ആദ്യം പറയുന്നുണ്ട്. പറഞ്ഞല്ലോ, പ്രായശ്ചിത്ത പ്രവൃത്തികൾ സ്വയം വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കും, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. അതിനുശേഷം വരുന്ന കാര്യങ്ങളാണ് പിന്നീട് ഇങ്ങനെ വിശുദ്ധിയിൽ നിന്ന് എങ്ങനെ ജീവിക്കുമ്പോൾ കൂടെയുള്ളവരോടുള്ള മനോഭാവം എന്തായിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ അയൽക്കാരെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ അരുത്. കൂലിക്കാരന് വേതനം നൽകാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത്. ചെകിടരെ ശപിക്കുകയോ കുരുടന്റെ വഴിയിൽ തടസ്സം വയ്ക്കുകയോ അരുത്. നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടുക, ഞാനാണ് കർത്താവ്. ദരിദ്രനോട് ദാക്ഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കരുത്. നിങ്ങളുടെ അനീതിയായിട്ട് നിങ്ങൾ വിധിക്കരുത്. നിങ്ങളുടെ സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്. ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, ഞാനാണ് കർത്താവ്. എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും നമ്മളെ കണക്ക് പോലും നമ്മളെ കൂടെയുള്ളവരെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രയാസം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുമ്പോൾ അതിനകത്ത് ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തോട് ചോദിക്കുന്നത്, ശരിക്കും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വളരെ ഇഷ്ടമാണല്ലോ. ഒരു ഹിന്ദി മൂവിയായിരുന്നു. അതിനകത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി തിരിച്ചു പറയുന്ന കാര്യം ഇതാണ്: യെസ്, ഐ ആം മൈ ഫേവറേറ്റ്. ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ്. ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ്. കർത്താവ് ഇന്നത്തെ സുവിശേഷം ഒന്നാമത്തെ വായന അവസാനിപ്പിക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ്: നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കും. ഞാൻ എൻ്റെ ഫേവറേറ്റ് ആണെങ്കിൽ എനിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടുമുട്ടുന്നവരോടും ചെയ്തു കൊടുക്കണ്ടേ? എനിക്ക് അഹിതമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരോട് ചെയ്യാതിരിക്കണ്ടേ? ഗോൾഡൻ റൂൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുന്ന കാര്യം, മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് തന്നെ നിങ്ങൾ അവരോടും ചെയ്തു കൊടുക്കണമെന്നൊക്കെ കർത്താവ് പറയുന്നുണ്ടല്ലോ. തമ്പുരാനെ, നിങ്ങളെ ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ട് കർത്താവ് പറയുന്നത് പോലെ ഈ ചെറിയവരിൽ ഒരാൾക്ക് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തേ. വലിയ വലിയ കാര്യങ്ങൾ, ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് പകരം കൂടെയുള്ളവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരാകാനൊന്ന് നോക്കി. അപ്പനും അമ്മയ്ക്കൊക്കെ മരുന്നൊന്ന് എടുത്തു കൊടുത്തു നോക്കി, അല്ലെങ്കിൽ ഒരിത്തിരി ഭക്ഷണം എടുത്തു നോക്കി, അവരുടെ കൂടെ ഇരുന്നൊന്ന് പ്രാർത്ഥനയൊല്ലി നോക്കി. ആരെങ്കിലും നമ്മുടെ കൺമുൻപിലൂടെ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് അന്വേഷിച്ചു നോക്കി, ഒരു പുഞ്ചിരി കൊടുത്തു നോക്കി. കൂടെയുള്ളവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ, നിസ്സാരമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് സ്നേഹപൂർവ്വം ഇടപെടാൻ സാധിച്ചാൽ ആ വാതിൽ തുറന്നിട്ടുകൊണ്ട് കർത്താവ് നമ്മളോട് പറയും, നിങ്ങളിത് മറ്റുള്ളവർക്ക് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഈ ചെറിയവരിൽ ഒരാൾക്ക് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഒരു കുഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ടിട്ട് ഒരാളും ഇങ്ങനെ എടുത്തുയർത്താൻ പോലും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആക്സിഡൻറ്റ് വീഡിയോ കണ്ടു. പക്ഷെ നമ്മുടെ നാട്ടിൽ
കണ്ടിട്ടുള്ളൊരു വലിയൊരു പ്രത്യേകത, ഇവിടെ ആർക്കെങ്കിലും ഒരാൾക്കൊരു അപകടം പറ്റിയാൽ ഉടനെ അവിടെ ഒരു ആൾക്കൂട്ടം രൂപപ്പെടുന്നു. അതിനകത്തൊരു 5-10 പേരെങ്കിലും അവരെ എവിടെയെങ്കിലും കൊണ്ടുപോകാനായിട്ട് സന്നദ്ധരായിരിക്കുന്നു. ഈ ചെറിയവരിൽ ഒരാൾക്ക് നിങ്ങളിത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് കർത്താവ് അവരെ നോക്കി പറയുന്നുണ്ടാവും. വലിയ കാര്യമൊന്നുമില്ലെന്നേ. അവരെ ഒന്ന് എന്തെങ്കിലും പറ്റിയോന്ന് ചോദിക്കുക, അവരെ ഒന്ന് ഓട്ടോറിക്ഷ കയറ്റി വിടുക, പറ്റുമെങ്കിൽ ഒന്ന് കൂടെ പോവുക എന്നൊക്കെയുള്ളത് നമുക്കിതുവരെ പറ്റാത്ത കാര്യമാണെന്ന് നമുക്ക് തന്നെ അറിയാം. ഇങ്ങനെ തല ഉയർത്തി പിടിച്ചത് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും, നമ്മുടെ തിരക്കിലാണെന്ന് പറയും. കർത്താവ് പറയും, ഈ ചെറിയവരിൽ ഒരാൾക്ക് ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. സ്വയം വിശുദ്ധീകരിക്കുന്നതോടൊപ്പം കൂടെയുള്ളവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലേക്ക്, ഭാരങ്ങളിലേക്ക് അവർക്ക് കൂട്ടുനിൽക്കാനായിട്ട് ഇറങ്ങിച്ചെല്ലുക എന്നതുകൂടെ ഈ നോൻപ് കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്, നമ്മുടെ നിയോഗമാണെന്ന് മറന്നു പോവാതിരിക്കുക. കർത്താവേ, ഞങ്ങളെ അതിനായി ഒരുക്കണമേ എന്ന്, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ അതിനായി നിറച്ച് വിശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആശീർവാദത്തിനായി പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ നോൻപുകാലത്ത് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാര്യം, ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഈ ഒരു സുവിശേഷ ഭാഗം മനഃപ്പാഠമാക്കുക എന്നുള്ളതായിരിക്കും. എന്നിട്ട് ഇതിനകത്ത് പറയുന്ന അതിലെ ഏതെങ്കിലും ഒരെണ്ണം, ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാതെ ഉറങ്ങാൻ പോവില്ല എന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റണം. കർത്താവ് പറയുന്നത് പോലെ, എനിക്ക് ദാഹിച്ചു, എനിക്ക് വിശന്നു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു. ഇതിലേതെങ്കിലും ഒരെണ്ണം ഒന്ന് കൂടെയുള്ളവർക്ക് സൊല്യൂഷൻ കൊടുക്കുന്ന വിധത്തിൽ അവരെ ചേർത്ത് പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മാറും. അതിന് ഈ ഒരു നോൻപ് കാലം കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്ന് എന്തെങ്കിലും ചെയ്തോ എന്ന് ആലോചിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് പോവാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.